ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങളിലൊന്നായ മീഥെയ്ൻ അന്റാർട്ടിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള വിള്ളലുകളിലൂടെ അപകടകരമായ വേഗതയിൽ പുറത്തുവരുന്നതായി കണ്ടെത്തി ശാസ്ത്രജ്ഞർ. നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നതനുസരിച്ച് ദക്ഷിണ സമുദ്രത്തിലെ റോസ് കടലിലുള്ള ആഴം കുറഞ്ഞ ഭാഗത്ത് 40-ലധികം മീഥെയ്ൻ ചോർച്ചകൾ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞതായാണ് വിവരം. കപ്പൽ ഉപയോഗിച്ചുള്ള അക്കോസ്റ്റിക് സർവേകൾ, വിദൂര നിയന്ത്രിത വാഹനങ്ങൾ, മുങ്ങൽ വിദഗ്ധർ എന്നിവയുടെ സഹായത്തോടെയാണ് മീഥെയ്ൻ ചോർച്ചകൾ കണ്ടെത്തിയത്. ശക്തമായ ഹരിതഗൃഹവാതകമായ മീഥെയ്ൻ ചോരുന്നത് ആഗോള കാലാവസ്ഥ താറുമാറാക്കിയേക്കാമെന്ന ആശങ്ക ഇതോടൊപ്പം ഉയരുന്നു. മുൻപ് അന്റാർട്ടിക്കിൽ ഒരൊറ്റ സജീവ മീഥെയ്ൻ ചോർച്ച മാത്രമേ സ്ഥിരീകരിച്ചിരുന്നുള്ളൂ. ഇത്രയധികം പുതിയ മീഥെയ്ൻ ചോർച്ചകൾ കണ്ടെത്തിയത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വിരളമാണെന്ന് കരുതിയിരുന്ന മീഥെയ്ൻ ചോർച്ച ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എർത്ത് സയൻസ് ന്യൂസിലൻഡിലെ മറൈൻ ശാസ്ത്രജ്ഞയും പഠനത്തിന്റെ സഹരചയിതാവുമായ സാറ സീബ്രൂക്ക് അഭിപ്രായപ്പെട്ടു. സമുദ്രാടിത്തട്ടിൽ കണ്ടെത്തിയ മീഥെയ്ൻ ചോർച്ചകളിൽ പലതും മുൻപ് പഠനം നടത്തിയിരുന്ന സ്ഥലങ്ങളിലാണ്. അന്റാർട്ടിക് മേഖലയിലെ മീഥെയ്ൻ ബഹിർഗമനത്തിൽ അപകടകരമായ മാറ്റം സംഭവിച്ചതിന്റെ സൂചനകളാണ് ഇവ നൽകുന്നതെന്ന് നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. ഈ മീഥെയ്ൻ ചോർച്ചകളുടെ ദ്രുതഗതിയിലുള്ള ആവിർഭാവം ശാസ്ത്രജ്ഞർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ചോർച്ചകൾ കണ്ടെത്തിയപ്പോഴും ഗവേഷകർ ആദ്യം ആവേശഭരിതരായെങ്കിലും അത് പെട്ടെന്ന് തന്നെ ആശങ്കയ്ക്കും ഉത്കണ്ഠയ്ക്കും വഴിമാറി. മീഥെയ്ൻ അതിവേഗം അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ഭൂമിയിലെ താപനില ഉയർത്താൻ കാരണമാവുകയും ചെയ്യുമോ എന്നതാണ് പ്രധാന ഭയം. കൂടാതെ ഈ മീഥെയ്ൻ ചോർച്ചകൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ താളം തെറ്റിക്കാനും പ്രാദേശിക സമുദ്രജീവികളിൽ തുടർച്ചയായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നും ഗവേഷകയായ സാറ സീബ്രൂക്ക് പറഞ്ഞു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മീഥെയ്ൻ ചോർച്ചകൾ സംഭവിക്കുന്നതിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ലെങ്കിലും കാലാവസ്ഥാ മാറ്റവുമായി ഉണ്ടാവാനിടയുള്ള ബന്ധങ്ങൾ ഗവേഷകർ പരിശോധിക്കുന്നുണ്ട്. ആർട്ടിക് മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തെളിവായി സാറ സീബ്രൂക്ക് ചൂണ്ടിക്കാട്ടുന്നു. ആർട്ടിക് പ്രദേശത്ത് ഉയർന്നിരിക്കുന്ന താപനില, കടൽ നിരപ്പിലെ മാറ്റങ്ങൾ എന്നിവ മീഥെയ്ൻ ബഹിർഗമനത്തിന്റെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥാ മാറ്റം മീഥെയ്ൻ ചോർച്ച വർദ്ധിപ്പിക്കുകയും അത് വീണ്ടും കൂടുതൽ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്നും ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഇത് സൃഷ്ടിക്കാമെന്നും സാറ സീബ്രൂക്ക് കൂട്ടിച്ചേർത്തു. ആഗോളതാപനം തുടരുകയാണെങ്കിൽ ഈ മീഥെയ്ൻ ചോർച്ചകൾ വരാനിരിക്കുന്ന അപകടത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയേക്കാമെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ മറൈൻ ബയോളജി പ്രൊഫസറും പഠനത്തിൽ രചയിതാക്കളിൽ ഒരാളുമായ ആൻഡ്രൂ തർബൻ മുന്നറിയിപ്പ് നൽകുന്നു. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ സ്വപ്ന പദ്ധതിയായ സ്റ്റാർഷിപ്പിന്റെ 11ാം പരീക്ഷണ വിക്ഷേപണം നാളെ പുലർച്ചെ നടക്കും. ഒക്ടോബർ 14 ഇന്ത്യൻ സമയം പുലർച്ചെ 4:45 സ്റ്റാർഷിപ്പ് പരീക്ഷണം ദക്ഷിണ ടെക്സസിലെ ബൊക്ക ചിക്കയിലുള്ള സ്റ്റാർ ബേസിൽ നടക്കുമെന്നാണ് അറിയിപ്പ്. ഓർബിറ്റൽ ലോഞ്ചും പൂർണ്ണമായ വെഹിക്കിൾ റിക്കവറിയും അടക്കം സ്പേസ് എക്സിന് നിർണായകമാണ് 11ാം സ്റ്റാർഷിപ്പ് ഫ്ലൈറ്റ് ടെസ്റ്റ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഭാവിയിൽ മനുഷ്യരെ അയക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതും കരുത്തേറിയതുമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ്. 2025 5ാമത്തെ സ്റ്റാർഷിപ്പ് പരീക്ഷണത്തിനാണ് സ്പേസ് എക്സ് ഒരുങ്ങുന്നത്. വിജയിച്ചാൽ സ്പേസ് എക്സിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് സ്റ്റാർഷിപ്പ് എന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം. 121 മീറ്ററാണ് സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ആകെ ഉയരം. താഴെ സൂപ്പർ ഹെവി ബൂസ്റ്റർ, മുകളിൽ സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് എന്നീ 2 ഭാഗങ്ങളാണ് ഈ ഭീമാകാരൻ റോക്കറ്റിനുള്ളത്. സൂപ്പർ ഹെവി ബൂസ്റ്ററിന് മാത്രം 71 മീറ്ററാണ് ഉയരം. 33 റാപ്റ്റർ എഞ്ചിനുകളാണ് സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ കരുത്ത്. സൂപ്പർ ഹെവി ബൂസ്റ്ററിന് വലിയ പെലോഡുകൾ ബഹിരാകാശത്തേക്ക് ഉയർത്താൻ കഴിയും. 52 മീറ്ററാണ് ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗത്തിന്റെ ഉയരം. ഈ ബൂസ്റ്റർ ഷിപ്പ് ഭാഗങ്ങൾ പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റ് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള യാത്രകൾ മനസ്സിൽ കണ്ടാണ് സ്പേസ് എക്സ് തയ്യാറാക്കുന്നത്. ചൊവ്വ യാത്രയാണ് സ്റ്റാർഷിപ്പിന്റെ പ്രധാന ലക്ഷ്യം.